welcome back to our new class. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച വാക്ക് എലോൺ എന്ന കവിതയുടെ അപ്രീസിയേഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വാക്ക് എലോൺ. വാക്ക് എലോൺ ഈസ് എ poignant exploration of individuality, resilience, and the courage to face life challenges. The poem's imagery, a poetic device, effectively conveys the theme of solitary perseverance. The poem begins with the sense of isolation and rejection, as the speaker describes being ignored and misunderstood by others. വാക്ക് എലോൺ എന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിത ഒരു സാഡ് എക്സ്പ്ലോറേഷനാണ്. ഒരു ദുഃഖകരമായ ഇൻഡിവിജ്വാലിറ്റിയിലേക്കുള്ള ഒരു തുറന്നുനോട്ടമാണ്. ഒരു പക്ഷേ അതിജീവനത്തിൻ്റെ ഒരു കവിതയാണ്. അതുമല്ലെങ്കിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ കറേജിയസ് ആയിട്ട് ധീരതയോടുകൂടി ഫേസ് ചെയ്യുന്നതായിട്ട് ഈ കവിതയിൽ പറയപ്പെടുന്നുണ്ട്. ഈ കവിത വളരെയധികം ഇമേജറി കൊണ്ടും പോയറ്റിക് ഡിവൈസ് കൊണ്ടും സമ്പുഷ്ടമാണ്. ഈ പോയറ്റിക് ഇമേജറീസ് ആയിട്ട് ഓഡിറ്ററി, വിഷ്വൽ ഇമേജസുകൾ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. കൂടാതെ പോയറ്റിക് ഡിവൈസുകൾ, ഫിഗർ ഓഫ് സ്പീച്ചുകൾ എഫക്റ്റീവായിട്ട് ഇതിൻ്റെ തീം സോളിറ്ററി പെർസീവറൻസ് എന്ന ജീവിതത്തിലെ ഏകാന്തത ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഏകാന്തതയിലൂടെ ചലിക്കുക എന്നുള്ള ആശയത്തെ വളരെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. The poem begins with a sense of isolation and rejection as the speaker describes being ignored and misunderstood by others. ഈ കവിത ആരംഭിക്കുന്നത് നമ്മുടെ സ്പീക്കറുടെ ഐസൊലേഷനിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിലൂടെ, ഒറ്റപ്പെടലിലൂടെയാണ്, പലപ്പോഴും മറ്റുള്ളവരാൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ ഇഗ്നോർ ചെയ്യപ്പെടുന്നു, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. However, rather than succumbing to despair, the speaker is urged to move on alone to find strength in their own solitude. തന്നെ ഡെസ്പയർ, നിരാശ ബാധിച്ചുവെങ്കിലും സ്പീക്കർ ഇവിടെ ഏർജ് ചെയ്യപ്പെടുന്നത് മൂവ് അലോൺ എന്നാണ്. വളരെ തനിയെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ്. അങ്ങനെ ഏകാന്തതയിൽ നിന്ന്, തൻ്റെ സോളിറ്റ്യൂഡിൽ നിന്ന് സ്ട്രെങ്ത് നേടിയെടുക്കാനാണ് പോയറ്റ് ശ്രമിക്കുന്നത്. This theme of self-reliance is reinforced throughout the poem. കവിതയിലുടനീളം ഈ ഒരു കേന്ദ്ര ആശയം ഏതാണ്? ദ സെൽഫ് റിലയൻസ് എന്നാണ്. സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വന്തം താൻ എന്ത് എന്നുള്ള തിരിച്ചറിവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഫോഴ്സ് ഈ കവിതയിലുടനീളം പരാമർശിക്കുന്നുണ്ട്. With the speaker repeatedly emphasizing the importance of independence and personal agency. ഈ കവിതയിൽ പ്രത്യേകം എംഫസൈസ് ചെയ്യുന്ന, ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഊന്നിപ്പറയുന്ന, ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. The imagery, walking alone on a dark road, symbolizes the challenges and uncertainties of life. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വിഷ്വൽ ഇമേജ്, വാക്കിംഗ് അലോൺ ഓൺ എ ഡാർക്ക് റോഡ് എന്ന ഒരു ഇരുണ്ട പാതയിലൂടെ തനിയെ നടന്നു നീങ്ങുക എന്നുള്ള ആ ഒരു ഇമേജ്, അതിൻ്റെ സിംബോളൈസേഷൻ, അത് പ്രതീകാത്മകമായി ചെയ്യുന്നത് ചലഞ്ചസ് ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ അൺസർട്ടനിറ്റീസ്, അനിശ്ചിതത്വങ്ങളെയാണ്. ജീവിതത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന അനിശ്ചിതത്വങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ചലഞ്ചസുകളെ, വെല്ലുവിളികളെയൊക്കെയാണ് വാക്കിംഗ് അലോൺ ആൻഡ് എ ഡാർക്ക് റോഡ് എന്ന് പറഞ്ഞ മനോഹരമായി ഇമേജറിയിലൂടെ സൂചിപ്പിക്കുന്നത്. The thorns in your path represent obstacles that individuals must overcome. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഓബ്സ്റ്റക്കിൾസ്, ഇംപിഡിമെൻറ്റ്സ്, ബാരിയേഴ്സ് ഉണ്ടാകും, തടസ്സങ്ങൾ. ഇപ്പോൾ വ്യക്തിപരമായി നമ്മൾ ഓവർകം ചെയ്യപ്പെടേണ്ട ആ തടസ്സങ്ങളെയാണ് അദ്ദേഹം തോൺസ് ഇൻ യുവർ പാത്ത് എന്ന് പറയുന്നത്, നമ്മുടെ നടപ്പാതയിലുള്ള മുള്ളുകൾ ആയിട്ട് സൂചിപ്പിക്കുന്നത്. Despite these difficulties, poem encourages the speaker to persevere, the crush the thorns and the bleeding feet. അപ്പോൾ നമ്മളോട് ഇത്രയും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും, ആ നടപ്പാതയിൽ നമ്മൾ നടന്നു പോവേണ്ട വഴികളിൽ ധാരാളം മുള്ളുകൾ ഉണ്ടെങ്കിലും പോയം നമ്മളോട് എൻകറേജ് ചെയ്യുന്നത്, സ്പീക്കർ ദൃഢനിശ്ചയത്തോടു കൂടി പറയുകയാണ്, ആ മുള്ളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ചവിട്ടി മുതിക്കണം, ചവിട്ടി പൊട്ടിക്കണം. എന്തുമായിട്ട്? നമ്മളെ ബ്ലീഡിങ് ഫീറ്റുമായിട്ട്, രക്തം വാർന്നൊലിക്കാൻ മുള്ളുകൾ കൊണ്ട്
രക്തം വാർന്നൊലിക്കുന്ന അതേ കാൽപാദങ്ങൾ കൊണ്ട് നമ്മൾ ആ മുള്ളുകളെ ചവിട്ടി മെതിച്ച് പൊടിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ. This image conveys a sense of determination and resilience as the speaker is urged to push through the adversity and find strength their own sufferings. അപ്പോൾ ഈ പറയുന്ന ഇമേജുകൾ നമുക്കെന്താണ്, ഈ നമ്മുടെ കവിക്കുള്ള ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനത്തെയും അതുപോലെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഏർജ്, ആ ഇൻസ്പിരേഷനെയും അഡ്വേഴ്സിറ്റികളെ എങ്ങനെ മറികടക്കണമെന്നും ആൻഡ് ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു ദെയർ ഓൺ സഫറിങ്, അങ്ങനെ ഈ ഒരു സഹനത്തിലൂടെ കരുത്ത് നേടിയെടുക്കാനും ഒക്കെയാണ് അദ്ദേഹം സ്പീക്കർ നമ്മളോട് ഏർജ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി വാക്ക് അലോൺ ഈസ് എ പവർഫുൾ മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് ഇൻസ്പിരേഷൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വാക്ക് അലോൺ എന്ന് പറയുന്ന ടാഗോറിൻ്റെ മനോഹരമായ കവിത വളരെ ശക്തമാർന്ന ഒരു സന്ദേശം നമുക്ക് പങ്കുവയ്ക്കുകയാണ്. ഈ സന്ദേശത്തിൽ, കവിതയിൽ നമുക്ക് ഹോപ്പും പ്രതീക്ഷകളും ഇൻസ്പിരേഷൻ, പ്രചോദനങ്ങളും നൽകുന്നൊരു കവിതയാണിത്. The poem encourages individuals to embrace their individuality, cultivate resilience, find the courage to the light their own path. ഈ കവിത നമ്മൾ ഓരോരുത്തരെയും, ഓരോ വ്യക്തികളെയും എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കവിതയാണ്. സ്വന്തം വ്യക്തിത്വം എന്താണ്, ഐഡൻറ്റിറ്റി എന്താണ്, ഇൻഡിവിജ്വാലിറ്റി എന്താണെന്ന് കണ്ടെത്താൻ, സ്വയം പ്രതിസന്ധികളെ പ്രതിരോധിച്ച് മുന്നേറാൻ, സ്വന്തമായിട്ടുള്ളൊരു പാത്ത് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുന്ന ഒരു കവിതയാണ്. ത്രൂ ഇറ്റ്സ് ഇവോക്കേറ്റീവ് ഇമേജറി, പയനന്റ് തീംസ്, ദ പോയം റെസൊണേറ്റ് ദ റീഡർ of all ages and backgrounds, offering the timeless message of self-reliance and perseverance. അപ്പോൾ ഈ കവിതയിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഇതിലെ ഇമേജുകൾ, ഇതിൻ്റെ ഒരു സാഡ് മൂഡ്, ഇതൊക്കെ നമ്മുടെ റീഡേഴ്സിൻ്റെ ചെവികളിൽ അല്ലെങ്കിൽ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന, മനസ്സിനെ കൊള്ളുന്ന രീതിയിൽ ഇത് എല്ലാ പ്രായത്തിലും, ഓൾ ഏജസ്, എല്ലാ പ്രായത്തിലുള്ള റീഡേഴ്സിനെയും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഈ കവിത തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സന്ദേശം, ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തെയും, പ്രത്യേകിച്ച് ഒരു കൃത്യമായ കാലഘട്ടം, ഒരു സമൂഹം എന്നില്ല, എല്ലാ സമൂഹത്തോടും, ഏത് പ്രായത്തിലുള്ള ആളുകളോടും, അതുപോലെ ഏത് കാലഘട്ടത്തെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ കവിത തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെക്കാലത്തും നിലനിൽക്കുന്ന ഒരു എറ്റേണൽ പോയട്രി ആയിട്ട് നമുക്കിതിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് വാക്ക് അലോൺ എന്ന് പറയുന്ന ടാഗോറിൻ്റെ കവിതയുടെ അപ്രീസിയേഷൻ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.